പെട്ടെന്ന് സ്കാനിംഗ് ഉപകരണങ്ങൾ ഭ്രാന്തമായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. വൈമാന്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ ട്രാക്ക് ചെയ്തപ്പോൾ ലാബിലെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ഒരു മുന്നറിയിപ്പ് തെളിഞ്ഞു. ഒരു വലിയൊരു ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കുവാൻ വരുന്നുണ്ട്. അതില്ലാതാക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയുവാനായി ഡിഫൻസിന് സഹായം ആവശ്യമുണ്ട് എന്ന മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞു. ഈ മെസ്സേജ് കണ്ടിട്ട് ഡോക്ടറുടെ നെറ്റി ചുളിച്ചു. വൈമാനിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വന്നു. ഡോക്ടർ ഡെൻസിൽ സ്ക്രീനിന്റെ മുന്നിൽ നിന്നു. ഇതൊരു സാധാരണ ഉൽക്കയല്ല, കണ്ടിട്ടൊരു പേടകം പോലെയുണ്ട്. ഡോക്ടർ ഡെൻസിൽ പിറുപിറുത്തു. അവിടെയാണ് ഡോക്ടർ ഡെൻസിൽ ആ പരമരഹസ്യം തിരിച്ചറിഞ്ഞത്. ഇത് ശാസ്ത്രജ്ഞനായ ലൂസ് ഫ്രാൻ ബഹിരാകാശ കപ്പലാണ്. 500-ൽ അധികം വയസ്സുള്ള ഈ ശാസ്ത്രജ്ഞൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെ സഹായത്താലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതൊരു അധിനിവേശമാണ്. ആരുമറിയാതെ വൈമാനിനെ അവന്റെ വീട്ടിലെത്തിക്കുക. അതിനുശേഷം ഉടൻ തന്നെ നീ മടങ്ങിയെത്തണം. ഇനി നമുക്ക് തലവേദന പിടിച്ച നിമിഷങ്ങളാണ്. ഡോക്ടർ ഡെൻസിൽ യന്ത്രമനുഷ്യനോട് ആജ്ഞാപിച്ചു. വൈമാൻ മയക്കത്തിൽ നിന്നും ഉണർന്നു വരുന്നതേയുള്ളൂ. കണ്ണു തുറന്നു നോക്കിയ വൈമാൻ തന്റെ കട്ടിലിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ താൻ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങൾ ഒരു സ്വപ്നമായിരുന്നു എന്ന് അവൻ വിശ്വസിച്ചു. വൈമാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് നെഞ്ചിന് മധ്യഭാഗത്ത് കൈവച്ചു നോക്കി. അവിടെ നേരിയ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. തന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന സത്യം അവന് മനസ്സിലായി. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ ആകാശത്ത് ഒരു ചുവന്ന തിളക്കം. അത് അതിവേഗം ഭൂമിയിലേക്ക് പതിക്കുന്ന പേടകമായിരുന്നു. ഇതേസമയം ഭൂമിയുടെ ആകർഷണ വലയത്തിലെത്തിയ ലൂസ് ഫ്രാൻ അന്തരീക്ഷ പേടകം ഭൂമിയിലെ സകല സാറ്റലൈറ്റുകളും മറ്റ് ഇലക്ട്രിക്കൽ ഐറ്റങ്ങളും നിശ്ചലമാക്കി. അതിനിടയിൽ പേടകം സ്പീഡ് കുറയുകയും അതിൽ നിന്ന് ഒരു ജെറ്റ് വിമാനം പോലെ തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു വാഹനം പുറത്തേക്ക് വരികയും ചെയ്തു. റഡാർ അഥവാ മറ്റ് സിഗ്നലുകൾക്കോ കണ്ണിൽപ്പെടാത്ത രീതിയിൽ അത് ഭൂമിയിലേക്ക് ഇറങ്ങി. ഈ സമയത്തിനിടയിൽ ലൂസ് ഫ്രാൻ പേടകത്തിൽ നിന്നും പുറപ്പെട്ട കമാൻഡോ സംഘം ഡോക്ടർ ഡെൻസിലിന്റെ ലാബിലേക്ക് കടന്നുചെന്ന് ഡോക്ടർ ഡെൻസിലിനെ കടത്തിക്കൊണ്ടുപോയി കളഞ്ഞു. ഡോക്ടറെ കടത്തിക്കൊണ്ടുപോയതിനു ശേഷം ആ അന്തരീക്ഷ കപ്പൽ ഉൽക്ക അവിടെ നിന്നും മിന്നി മറഞ്ഞിരുന്നു. ഇത് രാജ്യങ്ങളെല്ലാം കണ്ട് കണ്ണു തള്ളി നിന്നു. ഈ വന്ന ഉൽക്ക എങ്ങോട്ട് പോയി? ആർക്കും ഒന്നും മനസ്സിലായില്ല. ഡോക്ടർ ഡെൻസിൽ നിർമ്മിച്ച കറുത്ത ചിറകുള്ള യന്ത്രമനുഷ്യൻ ഡോക്ടർ ഡെൻസിലിനെ കടത്തിക്കൊണ്ടുപോയവരുടെ പുറകെ പോയെങ്കിലും അവരുടെ അടുത്തെത്താൻ പോലും പറ്റിയില്ല. ഈ സമയം വൈമാൻ എന്തു ചെയ്യണം എന്നറിയാതെ വീടിനകത്ത് ജനലിനടുത്ത് നിന്നപ്പോൾ ഡോക്ടർ ഡെൻസിലിന്റെ ആ കറുത്ത ചിറകുള്ള യന്ത്രമനുഷ്യൻ വീണ്ടും വൈമാന്റെ മുന്നിൽ വന്നു. ആ യന്ത്രമനുഷ്യനെ കണ്ട് വൈമാൻ ആശ്ചര്യപ്പെട്ടു. തനിക്ക് കണ്ടു നല്ല പരിചയമുള്ള ആ യന്ത്രമനുഷ്യനോട് വൈമാൻ ചോദിച്ചു, നിങ്ങളാരാണ്? നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്നെ ഒരു ലാബുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ കൊണ്ടുപോയിരുന്നു. യന്ത്രമനുഷ്യൻ നടന്നതെല്ലാം വൈമാനിനോട് പറഞ്ഞു. അതിനുശേഷം അത് ഒരു യാന്ത്രിക ശബ്ദത്തിൽ തുടർന്നു. ഇനി നമുക്ക് ആലോചിച്ചു നിൽക്കുവാൻ സമയമില്ല വൈമാൻ. നിനക്ക് മാത്രമേ കഴിയൂ ഡോക്ടർ ഡെൻസിലിനെ രക്ഷിക്കുവാൻ. കാരണം നിന്റെ ഊർജ്ജം ഭൂമിയിലുള്ളതോ അന്തരീക്ഷത്തുള്ളതോ ഒന്നല്ല. ആ ഊർജ്ജത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അതിനാൽ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ഡോക്ടർ ഡെൻസിലിനെ രക്ഷിക്കാൻ. വൈമാൻ നിശ്ചയദാർഢ്യത്തോടെ പ്രതികരിച്ചു. ശരി, ഞാൻ പോകാം. പക്ഷേ ലൂസ് ഫ്രാൻ എവിടെയാണ്? തുടരും. അടുത്ത ഭാഗം വരുന്ന ശനിയാഴ്ച. ഈ കഥ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.